ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട്, 6 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട്. ഇന്നലെ 100 കോടിയുടെ ഒരു കൊണ്ടാട്ടം സോങ് 6 ദിവസം കൊണ്ട് കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് നേടിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എന്തായാലും ലാലേട്ടൻ്റെ ആ തിരിച്ചുവരവ് ഗംഭീരമാക്കിക്കൊണ്ട് ഇന്ന് മെയ് ദിനത്തിൽ റെക്കോർഡ് ബുക്കിംഗ് നമ്മൾ രാവിലെ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഓരോ സ്ഥലത്തുള്ള എല്ലായിടത്തും തന്നെ ഹൗസ്ഫുൾ ഷോയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയൊക്കെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നലെ 6ാമത്തെ ദിവസം ബുധനാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും മെയ് ദിനത്തിൻ്റെ ഒരു അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം രാത്രികളിൽ ഷോകളെല്ലാം ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങി നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരല്പം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പം കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു 6ാമത്തെ ദിവസമായ ബുധനാഴ്ച ദിവസം തുടരും കർണാടക സംസ്ഥാനത്തിൽ നിന്നും ഇന്നലെ നേടിയത് 55 ലക്ഷം രൂപയാണ്. അതായത് ചൊവ്വാഴ്ച ദിവസം 40 ലക്ഷമായിരുന്നത് 15 ലക്ഷം രൂപയോളം കൂടുതൽ നേടി 55 ലക്ഷം രൂപ മൊത്തം നേടിയിരുന്നു ഇന്നലെ ഒരു ദിവസം. മൊത്തം 4,85 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് കർണാടക സംസ്ഥാനത്ത് നിന്ന് നേടിയത്. അവിടെ നമ്മളൊരു 8-10 കോടി റേഞ്ചിലുള്ള കളക്ഷനാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ 200 കോടി എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 20 ലക്ഷം രൂപയോളം നേടി മൊത്തം 1,85 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്നും 35 ലക്ഷം രൂപയോളം ഇന്നലെ നേടുകയുണ്ടായി. മൊത്തം 2,55 ലക്ഷം രൂപയാണ് 6 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഹിന്ദി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 25 ലക്ഷം രൂപ നേടി മൊത്തം 2.5 കോടി രൂപ ആയിരിക്കുമാണ് 6 ദിവസത്തെ കളക്ഷൻ. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇന്നലെയും ഒട്ടും മോശമാക്കിയിട്ടില്ല, 6,15 ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 39,85 ലക്ഷം രൂപ 6 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയതായിട്ടാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്നും നാളത്തെ കളക്ഷനോട് കൂടി തന്നെ നാളെ രാവിലെ ഉച്ചയ്ക്കത്തെ ഷോ ആകുമ്പോൾ തന്നെ 50 കോടി എന്ന ആ മാന്ത്രിക സംഖ്യ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ടച്ച് ചെയ്യാനുള്ള കടക്കാൻ പോവുകയാണ്. എന്തായാലും മൊത്തത്തിൽ കേരളത്തിൽ ഒരു 100 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ കൊയ്ത്ത് നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2018 സിനിമയേക്കാൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും കളക്ഷൻ വാരിയ ഒരു മലയാള സിനിമയായിട്ട് തുടരും സിനിമ മാറാനുള്ള സാധ്യത ഇപ്പോഴും 100% ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെ പോകുന്നുള്ളത്. ഇനി ബാക്കിയുള്ള അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ ഇന്നലെ 7.5 കോടി രൂപയാണ് നേടിയത്. മൊത്തം 51,60 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. 50 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ തുടരും സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും 3 കോടി രൂപ നേടി മൊത്തം 54 കോടി രൂപ ആയിരിക്കുകയാണ് 6 ദിവസം കൊണ്ട്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ 10.5 കോടി രൂപയാണ് നേടിയത്. മൊത്തം 105,60 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് തുടരും സിനിമ, ലാലേട്ടൻ്റെ സിനിമ സ്വന്തമാക്കിയതെന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇന്ന് മെയ് ദിനമാണ്. ഇന്ന് ഇപ്പം അവസാനത്തെ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ നോക്കുമ്പോൾ 15,000-ലധികം ടിക്കറ്റാണ് പെർ മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാം 1,200 ഷോയിലധികം ഫാസ്റ്റ് ബില്ലിങ് ഞാൻ രാവിലെ റിപ്പോർട്ട് പറഞ്ഞല്ലോ. അത്രയും ഫാസ്റ്റ് ബില്ലിങ്ങും പ്ലസ് 15,000 ടിക്കറ്റ് ഇപ്പോഴും മണിക്കൂറിൽ വിറ്റ് പോകുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രീസെയിൽ 5 കോടി രൂപയ്ക്ക് പുറത്ത് ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അതിനർത്ഥം ഒരു 7.5-8 കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഞായറാഴ്ച ദിവസം 8,15 ലക്ഷം രൂപയായിരുന്നു. അതിനോടടുത്ത കളക്ഷൻ ഇന്ന് കേരളത്തിൽ നിന്നും നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 2 കോടി റേഞ്ചിൽ വരും. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇന്നൊരു 9.5-10 കോടി റേഞ്ചിലുള്ള കളക്ഷൻ, വിദേശത്ത് ഒരു 3 കോടി, അങ്ങനെ 13 കോടി രൂപ ഇന്ന് വേൾഡ് വൈഡായിട്ട് വരാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ 105 + 13 118 കോടി രൂപയിലേക്ക് ഇന്നത്തെ കളക്ഷനോടുകൂടി വേൾഡ് വൈഡ് എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഗംഭീര പോക്കാണ് പോകുന്നതെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. ഇനി കൊണ്ടാട്ടം എന്ന് പറഞ്ഞ് ഇന്നലെ 100 കോടി പോസ്റ്റർ ഇറക്കിക്കൊണ്ടൊരു സോങ് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായി, തുടരും സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതിന് റെക്കോർഡ് വ്യൂസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വെറും 20 മണിക്കൂറും കൊണ്ട് 23, അതായത് 2.3 മില്യൺ വ്യൂസ്, അതായത് 23,50,000 പേരാണ് 20 മണിക്കൂറും കൊണ്ട് മാത്രം
കൊണ്ടാട്ടം സിനിമയുടെ ആ സെലിബ്രേഷൻ സോങ് കണ്ടോ, ഒന്ന് ഓർത്ത് നോക്കുക. അത്രയ്ക്കും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് തുടരും സിനിമ മുന്നോട്ട് കുതിച്ച് 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 സകല റെക്കോർഡും തകർത്ത് ഒരു ചാനലുകാരൻ ഇടുന്ന കണ്ടു 150 കോടി നേടുമെന്ന്. എൻ്റെ പൊന്നണ്ണ, ഈ ശനി ഞായറോടുകൂടി തന്നെ 150 കോടിയൊക്കെ കടക്കും, അത് 100% ഉറപ്പാണ്. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 200 കോടിക്കുള്ള സാധ്യത ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അത് ഏതറ്റം വരെ പോകുമെന്ന് മാത്രം കണ്ടറിയാൻ മതി. നമുക്ക് കാത്തിരിക്കാം അല്ലേ.